പുതിയ പോർമുഖങ്ങളിൽ സമരമായി പടരുവാൻ കാലമേൽപ്പിച്ച കർമ്മഭൂമിയിൽ നിർഭയം നിറയുവാൻ പുതിയ പോർമുഖങ്ങളിൽ. വൺ ന്യൂസ് ഇപ്പോഴുള്ളത് CPM-ന്റെ മങ്കട ഏരിയ കമ്മിറ്റി സെക്രട്ടറി മോഹനൻ പുളിക്കലിനൊപ്പമാണ്. മോഹനൻ പുളിക്കൽ ഇപ്പോ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ, ഒരു മൂന്നാം പിണറായി സർക്കാർ വരും ഒന്നൊക്കെയായിരുന്നു വലിയ പ്രതീക്ഷയായിരുന്നു CPM നേതാക്കൾക്കും പ്രവർത്തകർക്കും. ഇപ്പോ UDF വലിയ രീതിയിൽ അധികാരത്തിൽ വന്നു. പാർട്ടി ഇനി ഒരു അതായത് പുനർജീവിപ്പിച്ച് വലിയ രീതിയിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രവർത്തകരുടെ പ്രതീക്ഷയും അങ്ങനെയാണ് അവരുടെ അഭിപ്രായങ്ങൾ. ഇനി എങ്ങനെയാണ് ഇനിയിപ്പോ താഴെത്തട്ടിൽ തന്നെ പ്രവർത്തകർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് പാർട്ടി ഇനിയിപ്പോ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നത്? നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 2021 ഉണ്ടായ ഫലത്തിന് നേരെ വിപരീതമാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് LDF-ന് 99 സീറ്റ് കിട്ടി, UDF-ന് 41. ഇപ്പൊ ഏതാണ്ട് 3 സീറ്റ് വ്യത്യാസത്തിൽ UDF-ന് 102 സീറ്റ് കിട്ടി, LDF-ന് 35 ഉള്ളൂ. 3 BJP കൊണ്ടുപോയി. ഇതൊരു അപ്രതീക്ഷിത പരാജയമാണ്. അഥവാ പരാജയപ്പെടുകയാണെങ്കിൽ പോലും നേരിയ സീറ്റുകൾക്ക് പരാജയപ്പെടുമെന്നാണ് പൊതുവെ നമ്മളൊക്കെ കരുതിയിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ കവർ ചെയ്ത് ഇടതുപക്ഷവും പാർട്ടിയും മുന്നോട്ട് വരും. പാർട്ടി തകർന്നിട്ടില്ല. പാർട്ടിക്ക് ഇവിടെ അടിസ്ഥാന വോട്ടുകൾ നിലനിർത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യതയുള്ളതും കിട്ടിക്കൊണ്ടിരുന്നതായ കുറെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. UDF-ന്റെ കള്ളപ്രചാരണ വേല, അതോടൊപ്പം തന്നെ മതപരമായ കൺസോളിഡേഷൻ ചില ഭാഗങ്ങളിൽ, മുസ്ലിം മാത്രമല്ല ക്രിസ്ത്യൻസിന്റെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ BJP-ന്റെ പ്രചരണങ്ങളും, അപ്പൊ എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും ഈ മതം സ്വാധീനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നല്ല പ്രചാരവേല മാധ്യമങ്ങളുടെയും സഹായത്തോടെ UDF നടത്തിയിട്ടുണ്ട്. UDF-ഉം BJP-യും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാരുടെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടായ പരാജയമാണ്. ഈ പരാജയത്തെ അതിവേഗം നമ്മൾ തരണം ചെയ്യും. പാർട്ടി പതിവിൽ നിന്ന് വിപരീതമായി ആദ്യം തന്നെ ഒരു സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് തയ്യാറാക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് കേരളത്തിലാകെയുള്ള 5.5 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി മെമ്പർമാരുടെ അഭിപ്രായം, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ബന്ധുക്കൾ, ശക്തമായ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന അനുഭാവികളും ബന്ധുക്കളുമായ നമ്മുടെ ആളുകൾ, ഇവരുടെയൊക്കെ അഭിപ്രായം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കഴിഞ്ഞു, ഏരിയ കമ്മിറ്റികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 24-ാം തീയതി മുതൽ ലോക്കൽ കമ്മിറ്റികളാണ്, തൊട്ടടുത്ത ദിവസം ബ്രാഞ്ച് യോഗങ്ങളാണ്, അതിനൊട്ടടുത്ത ദിവസം നമ്മളെ അനുഭാവി വൃന്ദങ്ങളുടെ യോഗമാണ്. ഇവിടുന്നൊക്കെയുള്ള വിവരം നമ്മൾ ശേഖരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാജയം, എവിടെയാണ് നമുക്ക് പറ്റിയിട്ടുള്ളത്, ഗവൺമെന്റിന് പിഴവ് പറ്റിയോ, പാർട്ടിക്ക് പിഴവ് പറ്റിയോ, ഇത് നമ്മൾ ശരിയായി വിലയിരുത്തും. ഇത് ആവശ്യമായ തിരുത്തൽ വരുത്തും. പാർട്ടി ജനങ്ങളെ വിശ്വാസം വീണ്ടെടുക്കുന്നതിനും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങൾ ജൂൺ മാസത്തോടു കൂടി തന്നെ പാർട്ടിയിൽ ഉണ്ടാവും. പാർട്ടി തിരിച്ചു വരും, ഒരു സംശയമാണ്. ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയില് 16-ൽ 16 സീറ്റ് നേടുമെന്ന് മുസ്ലിം ലീഗ് UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ CPM-ന് ഏറ്റവും ഒരു ശക്തിയുള്ള ഒരു സ്ഥലമായിരുന്നു. പൊന്നാനി ഉൾപ്പെടെ എല്ലാം അങ്ങ് പോയി, ഒരു ഒഴുക്കിലെല്ലാം പോയി. അതൊക്കെ എന്താ പറയാ, പ്രചാരണങ്ങളിൽ വരുന്നത് CPM-ന്റെ തകർച്ച എന്ന രീതിയിലാണ്. അതൊക്കെ ശരിയായി വസ്തുതയാണോ? അതൊക്കെ വസ്തുതയ്ക്ക് നിരക്കുന്ന പ്രചാരണമാണോ? അതൊക്കെ ഒരിക്കലല്ല. മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി മലപ്പുറം ജില്ലയിൽ കുറച്ചുകൂടി തോൽവി കനത്തതാണ്, സംശയമില്ല. കാരണം വോട്ടിന്റെ നിലവാരം നോക്കി അറിയാൻ പറ്റും. മുമ്പൊരിക്കലില്ലാത്ത വിധത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുമ്പൊരിക്കലില്ലാത്ത വിധത്തിൽ വോട്ടിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ പൊന്നാനിയൊന്നും അത്രയില്ല. പൊന്നാനിയിൽ 14,000 വോട്ടിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയുള്ള ഒരു തന്നെയാണുള്ളത്. പൊന്നാനിയാണ് മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ 1ാമത്തെ സീറ്റ്. മറ്റ് മണ്ഡലങ്ങളിൽ നമ്മൾ പ്രതീക്ഷയിലപ്പുറം പോയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെയും നമുക്ക് അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ നമ്മളൊരു പാർട്ടി തകർന്നിട്ടില്ല എന്ന് തെളിവാണ്. പാർട്ടിയുടെ അടിത്തറ ഭദ്രാണ്. അതേസമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളിലാണ് ഈ ചോർച്ച വന്നത്. അത് നമ്മൾ വീണ്ടെടുക്കും. അതോടൊപ്പം തന്നെ വോട്ട് നല്ല വർദ്ധിച്ച മണ്ഡലങ്ങളുണ്ട്. ഉദാഹരണം വേങ്ങര 20,000-ലധികം വോട്ടാണ് LDF-ന് വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോ ചോർച്ച മാത്രമല്ല, വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് കാണാതിരുന്നൂടാ.
കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ UDF മുന്നോട്ട് വെച്ച കുറെ പദ്ധതികളുണ്ട്. ഇന്ദിര ഗ്യാരണ്ടി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് 102 സീറ്റിലേക്ക് UDFന് എത്തിച്ചത്. അപ്പോ ഇനി ആ പദ്ധതികളൊക്കെ ഇനി ആ പ്രഖ്യാപിച്ച സംഭവങ്ങളൊക്കെ നടപ്പാക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ അവര്. അപ്പൊ നടപ്പാക്കി തുടങ്ങിയാൽ ഒരുപക്ഷെ വീണ്ടും അവർക്ക് ജനകീയത കൂടുകയല്ലേ ഉണ്ടാവുക. നോക്കാം നമുക്ക്. UDFും സതീശൻ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കാം, എത്ര കണ്ട് പ്രായോഗികമാണെന്ന് നോക്കാം നമുക്ക്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഇതൊക്കെ അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായും KSRTCയിലെ യാത്രയൊക്കെ സ്ത്രീകളെ വോട്ട് ആകർഷിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ അത് നടപ്പാക്കട്ടെ. KSRTCയുടെ സ്ഥിതി വെച്ചിട്ട് എങ്ങനെ നടപ്പാക്കാൻ കഴിയും നോക്കാം. ഏതെല്ലാം സ്ത്രീകൾക്ക് ഇത് കൊടുക്കും നോക്കാം നമുക്ക്. UDF പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം കേരളത്തിൽ ഉണ്ടാവും, ഒരു സംശയവുമില്ല. എപ്പോഴും ജനങ്ങൾക്കൊപ്പമായിരിക്കും പാർട്ടി LDFും. ജനങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, UDF പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പാക്കിയ ഈ നേട്ടങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അതിശക്തമായ പ്രക്ഷോഭം CPM LDFും നടത്തുക തന്നെ ചെയ്യും. അവസാനമായ ഒരു ചോദ്യം കൂടി. ഈ മങ്കട മണ്ഡലത്തില് ഇത്രയും വലിയൊരു കനത്ത തോൽവി ഒരുപക്ഷെ പാർട്ടിയുടെ പ്രവർത്തകർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞളാംകുഴി അലിക്ക് ഇവിടെ വലിയൊരു സ്വാധീനമുണ്ട് ജനങ്ങൾക്കിടയിൽ. അത് CPM പ്രവർത്തകർക്കിടയിലും അല്ലാത്തവർക്കിടയിലും മഞ്ഞളാംകുഴി അലിക്ക് ഒരു ജനകീയതയുണ്ട്, അദ്ദേഹത്തിന് ഒരു സ്വാധീനമുണ്ട്. എവിടെയും എപ്പോഴും എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലാം ഏതൊരു ആവശ്യങ്ങൾക്കും. അതുപോലെ വിളിച്ചാൽ അദ്ദേഹം അവിടെ ഓടിയെത്തുന്നു. അങ്ങനെ കുറെ ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വാധീനം. എന്നാൽ പോലും ഈ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതെ, ഇതൊരു കനത്ത തോൽവിയായി പോയില്ലേ മങ്കടയിൽ? തീർച്ചയായും മങ്കടയിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി തന്നെയുണ്ടായിരുന്നു. ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് വ്യക്തിപരമായ പോരാട്ടമല്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിന്നിപ്പ് ഉപയോഗപ്പെടുത്തരുത്. അത് CPM സാധാരണ ചെയ്യുന്നതാണ്. അത് കേരളത്തിൽ ആകെ ഉണ്ടായ ഒരു UDFന് അനുകൂല തരംഗത്തിൽ അതൊന്നും ഫലപ്രദമാകാതെ പോയി, അത്രേ ഉള്ളൂ. അത് നമ്മൾ UDF നമ്മൾ നിർത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പരാജയമായിട്ടോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരാജയം ഒന്നും കാണുന്നില്ല. കേരളത്തിൽ UDFന് അനുകൂലമായ വലിയൊരു തരംഗം ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഇതൊക്കെ അപ്രസക്തമായി പോയി. രാഷ്ട്രീയ പോരാട്ടമാണ്. അതേസമയത്ത് മഞ്ഞളാംകുഴി അലി എന്ന MLA കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥിയായി ജയിച്ച ആളാണ്. അപ്പോ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനവും അറിയപ്പെടുന്ന ആളും അംഗീകാരമുള്ള ആളാണ്. അതിന്റെ ഒരു ഗുണം അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ വലിയ സ്വാധീനമുള്ള ആളുകൾക്ക് പരാജയപ്പെട്ടിട്ടില്ലേ. അപ്പോ രാഷ്ട്രീയ പോരാട്ടമാണത്, വ്യക്തിപരമായ പോരാട്ടേ അല്ല. ഞങ്ങൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരു പരാമർശം ആരും നടത്തിയിട്ടില്ല, അങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ജയിച്ച അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ. മങ്കട മണ്ഡലത്തിന്റെ വികസനം നല്ല രീതിയിൽ മുന്നോട്ടുണ്ടാകാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും കൂടിയാണല്ലോ, കഴിയട്ടെ എന്ന് ആശംസിക്കും. ഏതായാലും മോഹനൻ പുളിക്കൽ പറയുന്നത് പാർട്ടി തകർന്നു പോയിട്ടൊന്നുമില്ല, CPM ഇവിടെ തന്നെ ഉണ്ട്, CPM-ന്റേതായ വോട്ടുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ UDFന് അനുകൂലമായ ഒരു കാറ്റ് വീശി, അതൊരു കൊടുങ്കാറ്റായി പോയി. അപ്പോ VD സതീശൻ പറഞ്ഞ പോലെ 102 സീറ്റുകളൊക്കെ കിട്ടി. പക്ഷെ ഇദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ UDF പ്രഖ്യാപിച്ച പല കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നടപ്പാക്കിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരും. പാർട്ടി തന്നെ ആ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഇപ്പൊ പാർട്ടി അടിത്തട്ടിൽ തുടങ്ങി പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക, സജീവമാക്കുക, അതിനുള്ള ഏരിയ കമ്മിറ്റി മീറ്റിങ്ങുകൾ, ഇനി ലോക്കൽ കമ്മിറ്റി നടക്കുന്നു, സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എല്ലാം നടന്ന് താഴെത്തട്ടിലേക്ക് പ്രവർത്തകരെ കൂടുതൽ സജീവമാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്ക് ക്ഷതം സംഭവിച്ചിട്ടില്ല, കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് പല പാർട്ടി CPM-ന്റെ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയം എന്ന് പറയുന്നത് തോൽവിയും വിജയവും ഒക്കെ കൂടുമ്പോഴാണല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വേണം, എങ്കിലല്ലേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമുള്ളൂ, അല്ലെ? അപ്പൊ ഏതായാലും ഇപ്പോഴത്തെ ഈ കനത്ത തോൽവിയിലൊന്നും തകർന്നു പോകുന്നതല്ല CPM എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനി ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് പറയാനുണ്ട്. ഈ പരാജയത്തെ പറ്റി ഇവർക്ക് കുറച്ച് മുമ്പുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 1977 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ CPM നേതൃത്വം മുന്നണിക്ക് 23 സീറ്റ് കിട്ടിയുള്ളൂ 140. CPM-ന് വെറും 17 സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കേരളം ആകെ തകർന്നു എന്ന് പറഞ്ഞ കാലമാണ്. പക്ഷെ 1980 3 വർഷം കൊണ്ട് EK നായനാർ മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണത്. അന്ന് ഇതേമാതിരി വലിയ പരാജയം ഉണ്ടായിരുന്നു. ഓരോ മണ്ഡലത്തിലും വലിയ പരാജയം ഉണ്ടായിട്ടുള്ളത്. വോട്ടിന്റെ കണക്കിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അതിവേഗം അതൊക്കെ തരണം ചെയ്ത് അധികാരത്തിൽ ഏറിയ പാർട്ടിയാണ്
CPM എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും അങ്ങനെയുള്ള വലിയ തോൽവികളൊക്കെ ഉണ്ടായാലും ഇനി തിരിച്ചു വരും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രവർത്തകർ ഒന്നുകൂടി ഉഷാറാവണം. നമുക്ക് ഇനി പ്രക്ഷോഭങ്ങളുടെ കാലങ്ങളിലേക്കാണ് പോകുന്നത് ഒരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജബ്ബാർ വയനാട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾ പണിക്കൂലി 5% മാത്രം. ഡയമണ്ട്, പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.